ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പാർട്ട് 3 സ്കാരി ടീച്ചർ 3Dയുടെ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാലോ, നമ്മുടെ പാർട്ട് 2-ൽ നമ്മളൊരു ലെവൽ ബാക്കി വെച്ചിട്ടാണ് ചെയ്തത്. അത് പാതിയാക്കി. പക്ഷേ ഇന്ന് ഞാൻ വെൽ പ്രിപ്പയർഡാണ് ആ ഒരു ലെവലിന് വേണ്ടിയിട്ട്. ഐ വിഷ് വി ക്യാൻ ഡു ദിസ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു ഗ്ലൗസ് ഇരിക്കുന്ന വർക്ക്ഷോപ്പ് റൂമിലാണെന്നാണ്. അപ്പോൾ വർക്ക്ഷോപ്പ് റൂമും പിന്നെ സ്റ്റഡി റൂം താഴെയാണ്. ബട്ട് വർക്ക്ഷോപ്പ് റൂമും പിന്നെ മറ്റേ സ്പൈഡറിനെ എടുക്കുന്ന റൂമും ഒക്കെ വന്നിട്ട് മുകളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. സ്കാരി ടീച്ചർ താഴെ വരുമ്പോഴേക്കും നമ്മൾ മുകളിൽ കയറും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെൽ പ്രിപ്പയർഡായിട്ട് നിൽക്കുന്നത്. സ്കാരി ടീച്ചർ അതേസമയം പുറത്തോട്ട് പോകുമ്പോഴേക്കും സ്കാരി ടീച്ചർ മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒളിച്ചിരിക്കും. താഴത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളിവിടുന്ന് പതിയെ കയറും. ഇപ്പം ഞാനിവിടെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. കാരണം സ്കാരി ടീച്ചർ ഇപ്പോൾ അതേ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബുക്കിലല്ല, സ്റ്റഡി റൂം എന്ന് പറഞ്ഞൊരു അവിടെ ഒരു ബുക്കുണ്ട്. ആ ഒരു ബുക്കിലാണ് നമ്മൾ സ്പൈഡറിനെ വെക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും സ്പൈഡർ വെച്ച ബുക്ക് വേറെയായിരുന്നു. അത് സ്കാരി ടീച്ചർ തിരിഞ്ഞു നോക്കാത്ത ബുക്കായിരുന്നു. അപ്പം മിക്കവാറും ജിമ്മിലോട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജിമ്മിൽ എങ്ങാനും വന്നിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകത്തില്ല. പിന്നെ നമ്മളെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. അതുതന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, പുള്ളിക്കാരി താഴത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് നൈസിൽ മുകളിൽ പോവാം. ഈ വർക്ക്ഷോപ്പ് റൂം എവിടെയാണെന്ന് അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വർക്ക്ഷോപ്പ് റൂം ഇനി നമ്മൾ തേടി പിടിക്കണം. അതും പുള്ളിക്കാരി വരുന്നതിന് മുന്നേ. ഇത് തന്നെ നമ്മളെ ആൾ. ഓക്കെ കിട്ടി. ഇനി നമ്മൾ വേഗമാണ് കേട്ടോ. കാരണം മിസ്റ്റി അങ്ങനെ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. ഓക്കെ ഗൈസ്, കിട്ടി. എല്ലാം കിട്ടി. പക്ഷെ സ്പൈഡറിനെ എടുക്കാൻ പറ്റണമല്ലോ. സ്പൈഡറിനെ എടുത്തു. ഇനി നമുക്ക് ജിമ്മിൽ പോയിട്ട് നേരെ താഴത്തോട്ട് അതായത് ഇനി സ്റ്റഡി റൂം താഴെയാണോ മുകളിലാണോ? സ്റ്റഡി റൂം താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെ പിടിക്കുമെന്നില്ലായിരിക്കും. പുള്ളിക്കാരി സ്വിമ്മിങ് ചെയ്യാൻ വരുന്നതായിരിക്കാം. നമുക്ക് ഇവിടെ നിൽക്കാം. ഓക്കെ, പോവാണോ അതോ ഇങ്ങോട്ട് വരുമോ? ഇല്ല, പോവാന്ന്. പോയി. ദ മെയിൻ തിങ് ഇസ് ആ റൂം പൂട്ടിയിട്ടിരിക്കുക. അതായത് അകത്തോട്ട് പോകേണ്ടത് ആ ഒരു റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കീ എടുക്കണം. നമുക്ക് കീ കിട്ടില്ല. പകരം നമുക്കിത് ഈ ഒരു സാധനം എടുക്കണം. സ്പൈഡർ പോവില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ ആദ്യം ഇത് അൺലോക്ക് ചെയ്യാം. ഡോറ് തുറന്നിട്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ നിൽക്കാം നമുക്ക്. ഐ തിങ്ക് ഡോർ അൺലോക്ക് ചെയ്തത് പുള്ളിക്കാരി കേട്ടു എന്ന് തോന്നുന്നു. അതായിരിക്കണം പുറത്തോട്ട് വരുന്നത്. എന്തായാലും ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇനി ഈ ഒരു സാധനം നമ്മൾ അവിടെ ബുക്കിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും നമുക്കില്ല. പക്ഷേ ഈ ഒരു ലെവല് അത്യാവശ്യം ടൈം എടുക്കുന്ന ലെവലായിരിക്കും. കാരണം ഇതിന് ഉള്ളിൽ ഒരുപാട് റൂമിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ കണ്ടത്. അതാണ് പാർട്ട് 2 അത്രയും ലാഗായത്.
പക്ഷേ ഇത് നമ്മൾ കളിച്ച് തീർക്കും. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡി റൂമിലോട്ട് പുള്ളിക്കാരി പോകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ സ്റ്റഡി റൂം എവിടെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ താഴെ ആയിരിക്കണം, കാരണം മുകളിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു റൂമേ കണ്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും ഈ വർക്ക്ഷോപ്പ് റൂം കണ്ടില്ല. അതേപോലെയൊക്കെ തന്നെ. ഇപ്പോൾ പുള്ളിക്കാരി എന്തോ സോഫയിലാണെന്ന് തോന്നുന്നു. നമുക്കൊരു 5 നമുക്ക് കോളിംഗ് ബെല്ലടിക്കാം. പുള്ളിക്കാരി നേരെ ഇങ്ങോട്ട് ഓടി വരും. ഈ വാതിലടയ്ക്കും, എന്നിട്ട് കോളിംഗ് ബെല്ല് 2 3 അന്നോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് പുറത്തോട്ട് ഓടാം. ഓക്കെ, ചെറുതായിട്ടൊക്കെ നമ്മൾ ഒരു ഇടയ്ക്കിട്ട പണിയും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കോളിംഗ് ബെല്ലടിച്ചത്. കോളിംഗ് ബെല്ലടിച്ചിട്ട് കിച്ചണിലോട്ട് പോകണോ? അത് ശരി, എന്നിട്ട് കിച്ചണിലോട്ട് പോണേ. എക്സ്ക്യൂസ് മീ, ഞാൻ കോളിംഗ് ബെല്ലടിച്ചതാ. സ്കാരി ടീച്ചറിന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമൊന്നുമില്ല, ദൈവം എൻ്റെ. ഓക്കെ, നമുക്ക് സ്റ്റഡി റൂം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പുള്ളിക്കാരി നീ വന്നു. അല്ല, നമ്മൾ പേടിക്കുന്ന ആവശ്യമൊന്നുമല്ല. കാരണം നമ്മളെ കാണാനും പോണില്ല, അതൊട്ടും ഇങ്ങോട്ട് വരാനും പോണില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്കാരി ടീച്ചർ കയറി പോണു. നമ്മുടെ അടുത്ത പണി കൊടുക്കാൻ സമയമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേഗം തന്നെ എല്ലാം ചെയ്യണം. അതിനായി സ്റ്റഡി റൂം കണ്ടുപിടിക്കണം. ഉള്ളിപ്പോടെ ഉള്ളിപ്പോ, എനിക്കറിയണം സ്റ്റഡി റൂമൊക്കെ എവിടെയാണ്. കഷ്ടമുണ്ടല്ലോ. ഉള്ളിപ്പോടെ, ഞാൻ അങ്ങോട്ട് വരണോ? പറയണേ, ഞാൻ വരും. പുള്ളിക്കാരിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ചുമ്മാ അവിടെ വന്നിട്ട് ഇരുന്ന് കളിക്കണം. ഞാൻ ഇത് നമുക്ക് അയൽവൊക്കെ പറയുന്ന ലീവാണ്. ഒന്ന് കളിക്കാം. വെട്ടായി സ്കാരി ടീച്ചറിന് വെട്ടായി. ഇവിടെ ഈ സ്കാരി ടീച്ചർ ഇങ്ങനെ തുറച്ച് നോക്കി ഓടാതിരിക്കുന്നു. എനിക്കാണ് സ്പൈഡറിനെ കിട്ടി, പക്ഷെ സ്റ്റഡി റൂമിലോട്ട് പോകണം എനിക്ക്. അതിന് ഈ പിന്നുമ്പോഴൊന്ന് മുകളിലോട്ടും പോകണം. ഇതൊന്നും നടക്കുന്നില്ല. TV റൂം അത് സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂം താഴെ തന്നെയാണ്, അത് ഉറപ്പാണ്. പക്ഷെ പുള്ളിക്കാരി ഇപ്പോൾ സ്റ്റഡി റൂമിലാണോ? സ്കാരി ടീച്ചർ നമ്മളെ പിടിക്കും, ഉറപ്പാണ്. കാരണം പുള്ളിക്കാരി പുറത്ത് വന്നിട്ടുണ്ട്. പിടിച്ചില്ല. കാരണം പുള്ളിക്കാരി ഇപ്പം ബുക്ക് റീഡ് ചെയ്യാൻ പോവുകയാണ്. ബുക്ക് റീഡ് ചെയ്തോളൂ, പെട്ടെന്നോട്ടെ. യെസ്. അയ്യോ പാവം. അങ്ങനെ നമ്മൾ പാർട്ട് 3 വരെ കളിച്ച ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി മിസ്റ്റർ ഈസ് എ ക്രേസിയർ observed with her hair. Let's hit where it hurts the most. Add something in her shampoo to ruin her hair. അപ്പോൾ നമ്മൾ പുള്ളിക്കാരുടെ ഷാമ്പൂ എടുത്തിട്ട് ഒന്ന് റുവൻ ചെയ്യാം, അത്രേ ഉള്ളൂ.
പക്ഷേ ഈ ഷാമ്പു റൂയിൻ ചെയ്യാനായിട്ട് ഷാമ്പു എവിടെയാ? നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷെഡിലോട്ട് പോകണം. കാരണം ഷെഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഇതെന്തോ ഇത് ഹാമറ്. ഓക്കെ, അപ്പോൾ ഷെഡിലൊന്നുമില്ല, അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ പാർട്ട് 4 ആയിട്ട് ഇടേണ്ടി വരുമായിരിക്കും. കാരണം ഇതിലും നമുക്കൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം നമ്മൾ ഷാമ്പൂയിൽ ഇടാനുള്ള സാധനം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഷാമ്പൂ കണ്ടുപിടിക്കണം. ഓക്കെ, വേണ്ടി പറഞ്ഞാണ് ഇതെന്തത് ഹെയർ റിമൂവൽ. പക്ഷേ സ്റ്റാറും ഇല്ല, തേങ്ങയുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യം കട്ട പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് മേളിലോട്ട് പോയാലോ? പക്ഷെ മേളിപ്പോൾ സമയമുണ്ടോ? റിസ്ക്കാണ്. റിസ്ക് എന്ന് വെച്ചാൽ റിസ്ക്. പക്ഷെ നമ്മൾ വന്നു. ഇത് നമുക്ക് തീർക്കാവുന്ന പണിയുള്ളൂ. കാരണം ബാത്റൂം ഇവിടെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എഴുതിയിട്ടുണ്ട് ബാത്റൂം എന്ന് പറഞ്ഞിട്ട്. വർക്ക്ഷോപ്പ്, മ്യൂസിക് റൂം, ബാത്റൂം. കിട്ടി ബാത്റൂം കിട്ടി. ഇത് ഷാമ്പൂ, ഹെയർ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓടാം. പക്ഷെ ഓടാനായിട്ട് ഇനി ജിമ്മ് വരെ ഞാൻ ഓടിപ്പോണം. കൈസ് പണി പാളി മിസ്റ്റ് ഇതേ വന്ന്. ഓക്കെ, ജിം കിട്ടി. നമുക്ക് ഓടാം. കൈസ് നമ്മൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ പണി തീർന്നു. ഇനി നമുക്ക് പുറത്ത് സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോവാം. നമ്മളെത്തി. അപ്പം മിക്കവാറും ഈ ഒരു ലെവലും കൊണ്ട് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഐ തിങ്ക് ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഷോർട്ടാക്കാൻ പോവാണ്. ഐ തിങ്ക് 2 ലെവൽ ഈച്ച് അത് മതിയാവും. 2 ലെവൽ ഈച്ച് മതി. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. കുളിക്കാനായിട്ട് പോവാണ്. ടബിൽ ഭയങ്കര സാഹസികമായിട്ടാണ് കയറുന്നത്. വളരെ നന്നായി പതപ്പിച്ചോളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും മുടിയെല്ലാം പോകും. ഇനി നമുക്ക് പുതിയൊരു പേരിടാം സ്കേറി ടീച്ചറിന്. മൊട്ട സ്കേറി ടീച്ചർ, അല്ലെങ്കിൽ മൊട്ട ടീച്ചർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ലെവല് നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ